ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം പെട്ടെന്ന് തന്നെ വരികയാണ്. ഒരു എവേ മത്സരമാണ്. മത്സരങ്ങളെല്ലാം അവസാനിച്ചല്ലോ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ് മത്സരം. ഏതായാലും പെട്ടെന്നുള്ള ഒരു മത്സരം ആയതുകൊണ്ട് തന്നെയും നമ്മൾ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയത് കൊണ്ടും ചില ചേഞ്ചസ്, ചില മാറ്റങ്ങളൊക്കെ ഈ ഒരു മത്സരത്തിൽ ഞാൻ എന്താണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ട്രാവൽ ചെയ്യണം, നമ്മൾ പ്ലേ ഓഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഏതാണ്ട് 5ാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഒരു പോയിന്റും കൂടിയൊക്കെ മതി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 5ാം സ്ഥാനം ഉറപ്പിക്കാൻ. അല്ലെങ്കിൽ തന്നെ ഏറെക്കുറെ നമുക്ക് 5ാം സ്ഥാനം നിലവിലുണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവർക്കെതിരെ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ഈസ്റ്റിനെതിരെ ഫസ്റ്റ് ലെഗിൽ ജയിച്ചിട്ടില്ല. കാരണം നമ്മൾ ജയിച്ചിട്ടുള്ള ടീമുകൾക്കൊക്കെ എതിരെ നമ്മൾ തോക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു മത്സരം സമനിലയായിരുന്നു. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ജയിക്കാന്നുള്ളൊരു ഒരു സാഹചര്യമുണ്ട്. എങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോയിന്റെങ്കിലും കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ പറയുന്നത് പോലെ പ്ലേ ഓഫിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ആ 6ാമത്തെ സ്പോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊരു ടീമാണ്. അവർ ഈ മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഏതാണ്ട് പുറത്താകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതല്ല അവർക്ക് വിജയമാണ് നേടാനാകുന്നതെങ്കിൽ ചെന്നൈയിൻ FC അല്ലെങ്കിൽ ബംഗളൂരു FC, ഈസ്റ്റ് ബംഗാളോ മറ്റെല്ലാ ടീമുകളെ പോലെയും തന്നെ അവർ ആ ഒരു ഫൈറ്റിൽ ടോപ്പ് 6ലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിൽ ഉണ്ടാകുമെന്ന് സംശയം പറയാൻ സാധിക്കും. കഴിഞ്ഞ 5 മത്സരങ്ങളിലെ പ്രകടനങ്ങൾ അവരുടെ അത്ര മികച്ചതല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 5 മത്സരങ്ങൾ ഒറ്റ മാച്ച് വിജയിച്ചു, ഒരു മത്സരം ഡ്രോ, അങ്ങനെ 4 പോയിന്റൊക്കെയാണുള്ളത്. എന്നാൽ KBFCയുടെ നിലയും അത്ര മികച്ചതല്ല എന്നുള്ളത് വേണമെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. KBFCയുടെ അവസ്ഥ അത് തന്നെയാണ്. കഴിഞ്ഞ 5 മത്സരം നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു വിജയം മാത്രമാണ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഒരു സമനില, അങ്ങനെ 4 പോയിന്റ് തന്നെയാണുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നവോച്ച, അതുപോലെ ജിക്സൺ, ഹോമിപാം എന്നീ താരങ്ങൾ സസ്പെൻഷൻ കാരണം കളിക്കില്ല. എന്നാൽ ഡാനിഷ് തിരിച്ചെത്തും. അതുപോലെ തന്നെ ഫെഡറിനും ദിമിക്കും ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പെട്ടെന്നുള്ള ഒരു ഇതായതുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ ഇരുവരും കളിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് യൂറിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്, ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പാർദിബിന് ലാസ്റ്റ് മാച്ചിലൊക്കെ റെഡ് കാർഡ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ താരം കളിക്കാനുള്ള സാധ്യതകളില്ല. ഏതായാലും നമുക്ക് 2 ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 നോക്കുന്ന സമയത്ത് ആദ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ നോക്കാം. നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർമീത് സിംഗ് ആകും ഉണ്ടാകുക. അതുപോലെ സെന്റർ ബാക്കിലേക്ക് വരുമ്പോൾ അഷീർ അക്തർ ആൻഡ് മറ്റൊരു സെന്റർ ബാക്ക് എന്ന നിലയിൽ സബാക്കോ ആയിരിക്കും. റൈറ്റ് ബാക്കിലേക്ക് വരുന്ന ഒരു സമയത്ത് ദിനേശ് സിംഗ്, ലെഫ്റ്റ് ബാക്കിൽ സാംഡെ, മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ബെമ്മാമർ, മക്കാത്തൻ ആൻഡ് പാൽഗുനി സിംഗ് എന്നിവരായിരിക്കും കളിക്കുന്നുണ്ടാകുക. അതുപോലെ അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുന്ന സമയത്ത് 2 വിങ്ങുകളിലായിട്ട് ജിതിൻ എംഎസും അതുപോലെ തന്നെ മറ്റൊരു താരം എന്ന നിലയിൽ നെസ്റ്ററും, സെന്റർ ഫോർവേഡ് എന്ന നിലയിൽ ജൂർജിനുമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ചേഞ്ചസിനുള്ള സാധ്യതകൾ ഉറപ്പായിട്ടുമുണ്ട്. ഗോൾ കീപ്പർ എന്ന നിലയിൽ ലാറ ശർമ്മ ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോൾ പ്രീതവും ലെസ്കോവിച്ചും ആകും കളിക്കുന്നുണ്ടാകുക. റൈറ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് സന്ദീപും, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് അരിത്രദാസിന് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള സാധ്യതയുണ്ട്. ആൻഡ് മിഡ്ഫീൽഡിൽ എന്ന നിലയിൽ വരുമ്പം ബിബിൻ അസർ എന്നിവരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു റൈറ്റ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ സക്കായും, ലെഫ്റ്റിൽ എയ്മാനെയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഒരു ഇന്ത്യൻ ഫോർവേഡ്സിനെ വെച്ച് കളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫെഡോറും അതുപോലെ ദിമി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഡാനിഷ് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലും സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഇഷാൻ പണ്ഡിത എന്നിവരുടെ ഒരു സാന്നിധ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പം അറിയാം, ഇത് കംപ്ലീറ്റ്ലി മിക്കവരും ആദ്യലോണൊന്നും സ്ഥാനം അങ്ങനെ അധികം പിടിക്കാത്തവരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ 2 മാച്ചസ് വളരെ ടൈറ്റ് ഷെഡ്യൂളിലാണ്. നമുക്ക് പ്ലേ ഓഫ് ഉണ്ട്, അങ്ങനെ ഇഞ്ചറി കൺസേൺസ് ഒന്നും ഒക്കെ എല്ലാം വരുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള പ്ലേയേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും അവരെ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു മാച്ച് കൂടിയായിരിക്കും ഇത് എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കും. ഞാൻ